ഹായ് ഗൈസ്, വെൽക്കം ടു റിയൽ വിത്ത് ശ്രീകുട്ടി വ്ളോഗ്സ്. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ടാണ് ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിന്ന് കടയിൽ പോകാൻ ഇറങ്ങിയാണ്. അതിൻ്റെ സൗന്ദര്യം നോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്രണ്ടിലത്തെ മുടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ കടയിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴോ മഴ. അതാണ് ഈ കാണുന്നത്, ഭയങ്കര മഴ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മഴയത്ത് എവിടെയൊക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരായിട്ടൊക്കെ മഴ നനഞ്ഞ് നടന്നതും മഴ നനഞ്ഞ് സ്കൂളിലേക്ക് ഓടിപ്പോകുന്നതൊക്കെ ഒരു വല്ലാത്തൊരു രസം തരുന്നൊരു ഫീലായിരുന്നു സത്യത്തിൽ. ഇന്ന് പക്ഷെ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പനി വരും. ഇത് നമ്മൾ പോകുന്നിടത്തെ ഒരു വഴിയാണേ. ആ വഴിയുടെ അവിടുത്തെ കണ്ടമാണ്. ആ കണ്ടത്തിൽ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തേ ഉള്ളൂ. ഇതാണ് അവസ്ഥ. എപ്പോൾ വെള്ളം പൊങ്ങി കയറുമെന്ന് ദൈവത്തിനറിയാം. നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഓൾഡ് ഏജ് ഹോമാണേ. പ്രായമായ അപ്പൂപ്പന്മാർ മാത്രമേ ഉള്ളൂ ഇവിടെ. നല്ല രസമാണ്. പാവം പിടിച്ച അപ്പൂപ്പന്മാരാണ്. നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാണുമ്പോൾ ടാറ്റയൊക്കെ എനിക്ക് തരും. ഇപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇതും നമ്മൾ പോകുന്നിടത്ത് ഒരു കനാലാണ്. കനാൽ നികത്തി മണ്ണിട്ട് ഇപ്പം നല്ല രസമായിട്ട്, മീൻസ് അത് നല്ല സ്പേസ് തോന്നിക്കുന്നത്. ഇവിടെ എല്ലാം ഭയങ്കര കണ്ടങ്ങളാണ്. അപ്പോൾ ആ കണ്ടത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് നിങ്ങളീ കാണുന്നത്. മാത്രമല്ല ഷോർട്ട് കട്ട് വഴിയാണ് ഈ പോകുന്നതാണ് എൻ്റെ അമ്മ. പുള്ളിക്കാരിക്ക് വീഡിയോ എടുക്കുന്നത്, വീഡിയോയിൽ വരുന്നത് താല്പര്യമില്ലാത്ത ഒരാളാണ്. അതിന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ മില്ലിൽ വന്നതാണ് മുളക് പൊടിക്കാൻ. അപ്പം മില്ല് അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ സാധനം മേടിക്കാൻ അമ്മൂമ്മയോടെ നിർത്തിയിട്ട് ഞാൻ സാധനം മേടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാലം. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്ക സമയത്ത് ഈ പാലം വരെ മുങ്ങിയത്. കാരണം അത്രയ്ക്ക് വെള്ളമാണ്. ഇത് നമ്മുടെ പമ്പാ നദിയാണ്. ഇത്രയും ദിവസത്തെ വെള്ളമാണ്, മഴയുടെ ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ആറിൻ്റെ സൈഡിലുള്ളവർ ജാഗ്രത പാലിക്കുക. അയ്യോ, നമ്മൾ നടന്ന് മഴയൊക്കെ നനഞ്ഞ് കടയുടെ അടുത്തെത്താൻ ആരെയും നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്. നമുക്ക് വിളിച്ച് നോക്കാം, എന്ത് ചെയ്യും നോക്കാം. ആരെയും കാണുന്നില്ലല്ലോ. നോക്കാകത്ത് മോനെ സാധനം വേണമല്ലോ. ഗൈസ് തിരിച്ചിറങ്ങിയപ്പോഴത്തേനും മഴയൊക്കെ തോർന്നു. അതുകൊണ്ട് കുടയൊക്കെ മടക്കി വെച്ച് സമാധാനത്തോടെ സാധനമൊക്കെ മേടിച്ച് നടന്ന് വീട്ടിലോട്ട് പോവാണ്. വെയിലുറച്ചപ്പോൾ തന്നെ എന്തൊരു സമാധാനം, മുഖത്തോട്ട് അടിച്ച് കയറുന്നു. സാധനം കയ്യിലിരിക്കുന്നതുകൊണ്ട് കുടയിൽ നൂർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ കൂടെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സാധനങ്ങളും. വാട്ട് എ ടാസ്ക്. ഒരാഴ്ചയായിട്ടുള്ള മഴയുടെ റിസൾട്ടാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ആറ്റിലെ വെള്ളം ഭയങ്കരമാണ്. നോക്ക് ഗൈസ്, ആ കാണുന്നതാണ് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ ബാക്കിലുള്ള ആറ്. തൊട്ട് ബാക്കിലുള്ളതല്ല, ഇച്ചിരി നീങ്ങി കാണുന്നത്. അവിടെയാണ് അമ്മയ്ക്ക് തൃപ്പൂത്തൊക്കെ ആകുമ്പോൾ ചടങ്ങുകളൊക്കെ നടത്താൻ വരുന്നത്. ഇത് പമ്പാ നദിയാണ്. മിക്കവാറും നമ്മുടെ അയ്യപ്പന്മാരൊക്കെ ഇവിടെ വരികയൊക്കെ ചെയ്യാറുണ്ട് ചെങ്ങന്നമ്പലത്തിൽ. അങ്ങനെ നമ്മുടെ കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവരവിടെ ഇല്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. പിന്നെ ഞാൻ കുറച്ച് സെൽഫ് ലവ് ഒക്കെയാണ് കാണിക്കുന്നത്. എന്തൊക്കെ കോപ്രായങ്ങൾ കാണിക്കുന്നത് ഗൈസ്. അതിൻ്റെ കൂടെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അതാ പോകുന്നു 2 പേര് പട്ടികൾ. അവരുടെയൊക്കെ വിചാരം കണ്ട റോഡ്. നമ്മൾ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഭയങ്കര ചള്ളയാണ്. കാരണം വണ്ടിയൊക്കെ ഇതുവഴി ചെറുത് മീൻസ് സ്കൂട്ടിയൊക്കെ പോകുമ്പം ഇവിടെ എല്ലാം ചള്ളയാകും. അതാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഈ പോകുന്ന വഴിക്കെല്ലാം ചെമ്പരത്തിയാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലോട്ട് എത്താറായി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം കണ്ണാടി നോക്കി കുറച്ച് സെൽഫ് ലവ് തന്നെ പിന്നെയും. കാരണം കണ്ണാടി കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി സൗന്ദര്യം നോക്കാൻ തോന്നും. അതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. പിന്നെ എന്നൊക്കെ ചെയ്തിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് അങ്ങോട്ട് മാറുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.